വണങ്ങുന്നല്ലേ? മടങ്ങിയിട്ട് മലകളെ കണ്ടിട്ട് കണ്ണടിപ്പന അർത്ഥം. ഇത് കൊണ്ടിട്ട് മട്ട കണ്ണടിക്കലല്ല. എന്നെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? എനിക്കറിയാം. നീയല്ല ആള്. പിന്നെന്താ? സാய்ந்து കൊണ്ടാ നല്ല പാട്ടാണ്. അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടമാണ്. രാഗങ്ങള് ഇതുണ്ടാവണം, ഫീലിംഗോട് ഇങ്ങനെ മാറണം മനസ്സ്. ഈ അഞ്ഞ കുഞ്ഞ പാട്ടിൽ നമുക്ക് പറ്റില്ല. അഞ്ഞ കുഞ്ഞ പാട്ടേ നമുക്ക് ഇഷ്ടല്ലാണ്. നീ ഒന്നും ഇടാണ്ട് എന്റെ അടുത്ത് കടന്നല്ല. അയ്യേ നാണക്കേട്. നീ നിന്റെ മുഖത്ത് എങ്ങനെയാ നോക്കും? വന്നിട്ട് വേണം കളിയാക്കാൻ. എന്തടി വേരിപ്പിക്കുന്നത്? അങ്ങനെ വിചാരിക്കും. രാവിലെ നീച്ചപ്പോഴും ഉണ്ട്. അപ്പൊ ഉണർന്നപ്പോ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണർന്നു. അപ്പൊ കുറച്ച് വിട്ടായിരുന്നു. പിന്നെ ഉണ്ട് പിന്നെയും ഒട്ടിക്കൊണ്ടിരുന്നു. പിന്നെ പിടിക്കലും നേരെ പിടുത്തം വിട്ടിട്ടില്ലല്ലോ. ഞാൻ പിന്നെ അർത്ഥത്തിലായില്ല. ഞാൻ നേരെ വിളിച്ചിട്ട് തുടങ്ങിയില്ലേ ഒന്നും കൂടെ. 2 ആയില്ലേ 3 ആയില്ലേ? ആ ക്ഷീണോ ഉറക്കിന്റെ ക്ഷീണോ എല്ലാം കൂടെ ക്ഷീണം. എനിക്ക് പിന്നെ ഇവിടെ വന്നിട്ട് ഭയങ്കര വയറ് നാവി ഇല്ലേ? നിങ്ങള് വയറിന്റെ അടിഭാഗത്തിന് എന്താ പറയാ? നമ്മള് നാവിന്നാ പറയാ. അവിടെ ഭയങ്കര വേദന. കൊറേ ദിവസമായതല്ലേ. പിന്നെ കൊറേ മറ്റേ അതുമല്ലേ എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഒക്കെ കൂടെ. മറ്റേത് ഞാൻ സമ്മതിക്കില്ലേന്നു, പക്ഷെ എനിക്കില്ലേന്നു. പിന്നെ ആ ടൈം അങ്ങനെ ആയപ്പോ ശകലം വന്നോന്നുള്ളൂ. എന്റെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അത് കൊറേ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. മോശല്ലേ ആയിട്ടല്ലേ. എനിക്കതൊന്നും അറിഞ്ഞൂടാ നാട്ടന്. ഇത് ചില ആൾക്കാരങ്ങനെ പറഞ്ഞേ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലാതെ അങ്ങനെ ഒന്നും ഇതായിട്ടില്ല. ഇതൊന്നും ആലോചിച്ച് നോക്കിയിട്ടൊന്നല്ല. അയ്യേ വൃത്തികെട്ടവ. നോക്കുമ്പോ തോർത്തോണ്ട് നഞ്ച് തുടക്കുന്നുണ്ട്. അല്ലാണ്ട് വിളിച്ചിട്ടില്ലായി. ഞാനും ഇത്രയ്ക്ക് നാണൊന്നും കണ്ടില്ല. ആ ഇതിൽ അയക്കലാണ്. വെള്ളം പോയത് ഇങ്ങനെ കല്ല് തുടക്കണോണ്ടാണ് വിചാരിച്ചത്. അവസാനം നോക്കുക ചോറ. അല്ല വെള്ളമുണ്ട് മറ്റേതുണ്ട് എല്ലാത്തും തോർത്തുമ്പോ അത്രയും നനഞ്ഞു. ഞാൻ എന്നിട്ട് നമ്മളെ കുടിയതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് വാഷേഴ്സിലിട്ട് നല്ലോണം ഒന്ന് കഴുകി തോർത്ത്. അല്ലെങ്കിൽ അതോടെ ഇങ്ങോട്ട് സ്മെല്ല് വരൂലേ. എന്നിട്ട് പിന്നെ ഞാനതൊരു കവറിലാക്കിയാണ്ട് ഇങ്ങോട്ട് ഇടണം. ഇവിടെ എന്നിട്ട് സെപ്പറേറ്റ് ഇട്ട് അലക്കി മടക്കി വെച്ചിട്ട് ഉണ്ടായിക്കോട്ടെ. നമ്മള് പണി കഴിഞ്ഞതല്ലാതെ അടുത്ത പണിക്കെടുക്കാല്ലേ. അതുകൊണ്ടാണ് അവർത്തന്നെ വെച്ചോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ നിർത്താൻ മതി. വേറെ എടുക്കാം. അല്ല ഈ മാസം എന്താകും? ഉള്ളു പോയടാ. ഉള്ളു കൂടുന്നതും പുറത്ത് കൂടുന്നതും വട്ടനെ അറിഞ്ഞൂടാ. എന്താ എനിക്കറിഞ്ഞൂടാ. കുറച്ചേരം കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പൊ തന്നെ എടുത്തിക്കണെങ്കിൽ കൊഴപ്പല്ലേന്നു. രാവിലത്തെ തന്നെ രാവിലത്തെ ഉള്ളിൽ തന്നെ പോയിരിക്കുന്നു. അയ്യേ ഏതേലും ആവോടി ഫോട്ടോക്ക്. ശരി ഉണ്ടോ നിനക്ക്? പേടില്ല. ചോറ് കഴിക്കാൻ വിളിക്കണം. പോയിക്കോ. ചോറ് കഴിച്ചിട്ട് വിളിക്കാം. വിളിക്കാം. നീ പോയിക്കോ. നീ ചോർന്നോ? ചോറിന് പോഷക്കാർ വന്നിട്ടില്ല.
ഞാൻ വിളിക്കട്ടാ, ഉമ്മ എന്നെ കാപ്പി. മല കണ്ട പോയിന്ന് പറഞ്ഞാലോ. അതന്നെ അങ്ങനെ എട്ടണ ഒരു പാട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കളിച്ച് ഞങ്ങളൊക്കെ എത്തിക്കണം. നമ്മള് പിന്നെ 10 മണിക്കൊക്കെ ഇറങ്ങി വിചാരിച്ചിട്ട് പിന്നെ നമ്മള് 12 മണിയായി കിടക്കാൻ. കുറച്ച് നാൾ കിടന്നല്ലേ. എത്ര 1 മണിയായില്ലേ? 1 മണിയില്ല, 12:10 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കണം. എവിടുന്ന് ഇറങ്ങി? വന്നപ്പോഴല്ലേ ഞാൻ രാത്രിക്കത്തെ കാര്യമാണ് പറഞ്ഞു. 11 മണിക്ക് ഇറങ്ങിക്കണം. ഞാൻ ബസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബസ്സിൽ കയറിയപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. നീ ഉറങ്ങിയിട്ടില്ല, നീ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കല്ലേ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി. അയ്യോ ഉമ്മ ചാക്കൊണ്ട് പൊട്ടത്തി. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വെളിയിലേക്ക് വന്നു. അപ്പൊ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ഞാന് എന്ത് ചെയ്തു, എനിക്ക് ഉറക്കം സഹിക്കാൻ കഴിയില്ല. കൊറേ മടി കടന്ന്, കൊറേ അവിടെ കടന്ന്, കൊറേ ഇവിടെ കടന്ന്. ഞാനെന്തോ കാട്ടണുണ്ടല്ലേ. പിന്നെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നീ ഉറങ്ങിക്ക്, ഞാൻ ഉണർന്നു. നീ ഉറങ്ങിക്ക്. അപ്പൊ ഞാൻ വേണം, എനിക്കൊരു വിഷമം. ഞാൻ ഉണർന്നിക്കുമ്പോ നീ ഉറങ്ങും, എനിക്ക് ആരും മിണ്ടാനൊന്നുമില്ല. പിന്നെ വിചാരിച്ചു പാവല്ലേ അവിടെ നിന്നൊക്കെ വന്നല്ലേ, ഇത്ര ഒന്നും കണ്ണ് ഇതായില്ലല്ലോ. ഞാൻ പിന്നെ ആ ജീപ്പിലൊക്കെ വെച്ച് ഇങ്ങനെ ഉറങ്ങി ശകലം. അപ്പൊ ഞാൻ വിചാരിച്ചു ഉറങ്ങട്ടെ. പിന്നെ അപ്പത്തേക്ക് ഇറങ്ങാനുമായി. പിന്നെന്താ? പിന്നെന്ത്? പിന്നെ രാത്രി നമ്മളവിടെ എത്തിയപ്പോ എപ്പോഴാ ഇറങ്ങിയത്? ആ ചെക്കനും പെണ്ണുല്ലേ, അത്യാവശ്യം നമ്മളെ പോലെ തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്, കണ്ടപ്പോ തന്നെ എനിക്ക്. ആ പെണ്ണ് യൂണിഫോമിലാണല്ലോ വന്നിക്ക് അല്ലേ? എന്തോ എവിടെ വർക്ക് ചെയ്യണ എന്തോ യൂണിഫോമാ തോന്നുന്നു. എന്നിട്ട് നമ്മള് ഫസ്റ്റ് കാണിച്ചില്ലേ, കണ്ടില്ലേ റൂം, അവരെ അതാണ് എടുത്ത്. അവിടുന്ന് അങ്ങനെ അച്ചുകൂലിയൊക്കെ കിട്ടിയിരുന്നു. നമുക്ക് അവിടെ തന്നെ എത്തുന്നാ മതി. ഇല്ല വേണ്ടല്ലേ, ഈ റൂം സാരമില്ല. നമ്മുടെ റൂം കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുണ്ടല്ലോ. അത് വേണ്ട, എപ്പോഴെപ്പോഴും അങ്ങോട്ട് പോയാലേ. അതല്ലാതെ ഇത് നല്ല സ്ഥലം, കുറച്ച് ഉള്ളിലായിട്ട് ഉള്ളിലായി. അങ്ങനത്തെ സ്ഥലം കിട്ടണം. ചിലപ്പോ എന്തെങ്കിലും റൈഡ് അങ്ങനത്തെ വന്നു കഴിഞ്ഞാല്. എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിന്. പിന്നെ അതിന്റെ അകത്ത് കയറിയപ്പോ വാതിലാരേലും മുട്ടു അങ്ങനെ പേടി. ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചത്. ഈ നമ്മളെ വാട്സാപ്പിലോ ഇതിലൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാരങ്ങനെ പിടിക്കുന്നത്. നമുക്ക് പിന്നെ കുഴപ്പമൊന്നും, കുറിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്താണ് പറഞ്ഞിട്ട് ഇതാവുക.